തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. മൂന്നിയൂർ വെളിമുക്ക ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് പുതിയ ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നു. നിലവിലെ കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു നീക്കി ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 5.5 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റൽ നടപടികൾ ആരംഭിച്ചു. നിലവിലെ കെട്ടിടം 3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ്. നേരത്തെ കെട്ടിടം പുതുക്കിപ്പണിയാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ഫണ്ട് ലഭ്യമാകാത്തതിനെ തുടർന്ന് മുടങ്ങിപ്പോവുകയായിരുന്നു. പി അബ്ദുൽ ഹമീദ് MLA ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ബജറ്റിൽ ആശുപത്രിക്ക് കെട്ടിടമുണ്ടാക്കാൻ തുക അനുവദിച്ചിരുന്നു. 3 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. പരിശോധനാ മുറി, എക്സ്റേ മുറി, സീനിയർ മെഡിക്കൽ ഓഫീസർ, RMO, മെഡിക്കൽ ഓഫീസർ മുറികൾ, ലാബ്, ഔഷധി ഫാർമസി, ഫാർമസി സ്റ്റോർ, ക്യാൻറ്റീൻ എന്നിവയാണ് താഴത്തെ നിലയിൽ ഉള്ളത്. യോഗ ഹാൾ, റെക്കോർഡ് മുറി, ചികിത്സാ മുറികൾ, പഞ്ചകർമ്മ തിയേറ്റർ, മെഡിസിൻ മുറി, മരുന്നുകൾ തയ്യാറാക്കുന്ന സ്ഥലം, നഴ്സ് സ്റ്റേഷൻ, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം, പുരുഷന്മാരുടെ വാർഡ്, സ്ത്രീകളുടെ വാർഡ് തുടങ്ങിയവയാണ് 1, 2 നിലകളിൽ ഉള്ളത്. നിലവിൽ 3 കെട്ടിടങ്ങളിലായാണ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നത്. 5 പേ വാർഡ് കിടക്ക ഉൾപ്പെടെ 25 കിടക്കകൾ ഉണ്ടായിരുന്നു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ 4 ഡോക്ടർമാരുമുണ്ട്. താലൂക്കിൽ കിടത്തി ചികിത്സയുള്ള ഏക ആയുർവേദ ആശുപത്രിയാണിത്. താൽക്കാലികമായി സമീപത്തെ കെട്ടിടത്തിലേക്ക് ആശുപത്രി മാറ്റിയിട്ടുണ്ടെന്ന് മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM സുഹറാബി പറഞ്ഞു. മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ പടിക്കൽ സ്ഥിതി ചെയ്യുന്ന ആയുർവേദിക് ഹോസ്പിറ്റൽ കെട്ടിടം നമ്മൾ 2 മാസത്തോളമായി അവിടെ പൊളിച്ച് നീക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ഒരു വാടകയ്ക്ക് ഒരു വീട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ്. നമ്മുടെ ബഹുമാന്യനായ വള്ളിക്കുന്ന് MLA ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നും 5.5 കോടി നമുക്ക് ഈ ഹോസ്പിറ്റലിനും വേണ്ടിയിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പൊളിച്ച് നീക്കുന്നതിനും വേണ്ടിയിട്ട് അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് നാളെ ചൊവ്വാഴ്ച തൊട്ട് പൊളിക്കാനുള്ള എല്ലാ നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടെ പേവാർഡ് ഉണ്ടായിരുന്നു. പേവാർഡ് ഇപ്പോൾ നമ്മൾ സ്ഥിതി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പേവാർഡിൻ്റെ കുറവുണ്ട്. എങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരികയാണ്. ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും തെറാപ്പിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മെയില് ഇവിടെ കിടത്തി ചികിത്സ ഉള്ള ഹോസ്പിറ്റൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊന്നും ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നാണ് ഇവിടെ അഡ്മിഷനായാലും ചികിത്സക്കായാലും എത്തുന്നത്. ഇവിടുത്തെ അത്രയും നല്ല ചികിത്സ കിട്ടുന്നത് കൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ പരിശോധനയ്ക്ക് എത്തുന്നതും അവർ ഇവിടുത്തെ ചികിത്സ ലഭ്യമാക്കുന്നതും. മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയാണെങ്കിലും തൊട്ടടുത്ത പഞ്ചായത്തിൽ നിന്നടക്കം രോഗികൾ ഇവിടെ എത്താറുണ്ടെന്നും പഞ്ചായത്ത് വിവിധ പദ്ധതികളിലായി ഇവിടേക്ക് മെഡിസിൻ വാങ്ങാൻ മാത്രമായി 20 ലക്ഷം രൂപയോളം വകയിരുത്താറുണ്ടെന്നും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ MLA ഭാഗത്തു നിന്നും സദുര നടപടികൾ ഉണ്ടെന്നും വൈസ് പ്രസിഡന്റ് അനീഫ അച്ചാട്ടിൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിലും തൊട്ടടുത്ത പല പഞ്ചായത്തുകളിൽ നിന്നും ഇവിടെ രോഗികൾ എത്താറുണ്ട്. ഏറ്റവും നല്ല ചികിത്സയും അതിനുള്ള സൗകര്യങ്ങളുമാണ് വെളിമുക്ക് ആയുർവേദ ആശുപത്രിയിൽ നൽകി വരുന്നത്. മൂന്നിയൂർ പഞ്ചായത്ത് ഓരോ പദ്ധതിയിലും 15-20 ലക്ഷം ഉറുപ്പിക ഇങ്ങോട്ട് മെഡിസിൻ വാങ്ങാൻ വേണ്ടി മാത്രം മാറ്റിവെക്കാറുണ്ട്. ഇപ്പോൾ ഈ ഇത്തവണ നമ്മുടെ പ്രിയപ്പെട്ട വള്ളിക്കുന്ന് MLA പി അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ ബഡ്ജറ്റ് വിഹിതമായ 5.5 കോടി ഉറുപ്പിക ഈ ആശുപത്രി പൊളിച്ചു മാറ്റി പുതിയ ആശുപത്രി സ്ഥാപിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതിക നടപടി പൂർത്തിയായി. അതോടൊപ്പം തന്നെ നിലവിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള തീരുമാനമെടുക്കുകയും അത് ടെൻഡർ ചെയ്ത് നാളെ അതിൻ്റെ പൊളിച്ചു നീക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കും. ഇപ്പോൾ ഹോസ്പിറ്റൽ സൗകര്യപ്രദമായ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെയുള്ള ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ മെയിൽ തെറാപ്പിസ്റ്റ്
ഇല്ലാത്തത് കൊണ്ട് ചെറിയ പ്രയാസമുണ്ട്. ഉള്ള ആൾ ട്രാൻസ്ഫർ പോയിട്ട് പകരം ആളുകളെ കിട്ടിയിട്ടില്ല. 4 ഡോക്ടർമാരും അതേപോലെ തന്നെ ഒരു ഡസനോളം ആരോഗ്യ പ്രവർത്തകരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സൗകര്യപ്രദമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഹോസ്പിറ്റൽ നിലനിൽക്കുന്നത്. ചെറിയൊരു അസൗകര്യം ഇപ്പം നമുക്ക് പേവാർഡ് സംവിധാനം ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിനുള്ള ഒരു സൗകര്യം ഇല്ല. അപ്പുറത്ത് പഴയ ഹോസ്പിറ്റലിലാണെങ്കിൽ പേവാർഡ് സൗകര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും പുതിയ കെട്ടിടം പ്രവൃത്തി തുടങ്ങാനുള്ള സത്വര നടപടികൾ MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. അത് ആരംഭിക്കുന്നതോടുകൂടി നമുക്ക് നല്ല ഒരു കെട്ടിടം വരികയും പുതിയ സജ്ജീകരണത്തോടുകൂടി തന്നെ ആശുപത്രിയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പി അബ്ദുൽ ഹമീദ് MLAയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ അനുവദിച്ച 5.5 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിലെ കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു നീക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. ഇതിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.